നല്ല Let's go. Let's go. Let's go. 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 എനിക്ക് തിന്നാൻ നമുക്ക് ഉള്ളിൽ വെക്കാനുള്ളതല്ല, എനിക്ക് പ്രകടിപ്പിക്കാനുള്ളതാണ്. അതോ എന്റെ കൈ വെട്ടാൻ പോന്നു. സ്വാഗതം ഗായ്സ്. അപ്പൊ നമ്മളിപ്പോ എവിടെയുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം താഴെയാണ് അല്ലേ മമ്മ? അപ്പൊ ഞങ്ങളിന്ന് അടയ്ക്ക പറിക്കാൻ വേണ്ടി വന്നായിരുന്നു. എന്താണ് അടയ്ക്ക പറിക്കാനൊക്കെ വന്നു. അതിന് അടയ്ക്ക പറിക്കാൻ വന്നെങ്കിൽ ഇവിടെ അടയ്ക്കയില്ല, അതാണ് സത്യം അല്ലേ? അടയ്ക്കയില്ല, 1-2 ഉണ്ട്, അത് പറിക്കാം. അടയ്ക്കാ തോപ്പായിരുന്നു, പക്ഷെ മണ്ട പോയ അടയ്ക്കാ തോപ്പാണ്. എന്നാ ഉറുമ്പ് കടിച്ചിട്ടാണോ അല്ലെ പ്രാണി നിന്നിട്ടാണോ എന്നാ തലാന്നൊന്നും നമുക്കറിയില്ല. അടയ്ക്കകളില്ല. കടിക്കാറുണ്ടെന്നറിയില്ല. വവാലായിട്ടാണോ? തേങ്ങ മണ്ടലി എന്ത് പറയും? മണ്ടലിയോ? തേങ്ങയാണ് ഞാൻ കഴിക്കുക. ഗൈസ്, അപ്പൊ ഞങ്ങള് അടയ്ക്ക പറിക്കാൻ വേണ്ടി പോക്കാണ്. അതോ എനിക്കൊരു കാര്യമുള്ള, എനിക്ക് ഞരമ്പെടുക്കാൻ തന്നാ ഞാൻ ആരും ഒന്നും ചെയ്യില്ലല്ലോ. ഞാൻ തരട്ടെ പങ്കനെ. ഗായ്സ്, അപ്പൊ നമ്മള് മോസ്റ്റ് ആയിട്ട് അടയ്ക്ക പറിക്കാൻ വേണ്ടി പോവാണ് അല്ലേ? ഞാനൊന്നുമല്ല കേട്ടോ കവിൻ കയറാൻ പോകുന്നത്. അപ്പൊ നമ്മള് ഫസ്റ്റ് തന്നെ നമ്മുടെ സാധാരണ വേലയ്ക്ക് ശേഷമാണ് തീറ്റാന്നാണ് നിക്ക് പഴഞ്ചൊല്ല് അല്ലേ മമ്മ? പക്ഷെ നമ്മുടെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്. ആദ്യം തീറ്റ പിന്നെയാണ് വേല. അപ്പൊ നമ്മൾ അടിപൊളി കരിക്ക് വെട്ടി കുടിച്ചിട്ടാണ് നമ്മൾ കുടിക്കാൻ വേണ്ടി പോകുന്നത്. അല്ല കുടിക്കാനല്ല, എന്താ പറയാ, പെറുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മോസ്റ്റ് ആയിട്ട് അടയ്ക്ക നമുക്ക് കാണിച്ചു തരാം കേട്ടോ. എന്തോരം ഉണ്ടെന്നൊക്കെ ഞങ്ങൾ കാണിച്ചു തരും കേട്ടോ. എന്നതാ ഗൈസ്, അപ്പൊ ഞാൻ തോർത്തിന് പകരം മുണ്ടാണ് കിട്ടിയത്. വെപ്രാളത്തിന് എനിക്ക് തോർത്തൊന്നും കിട്ടില്ല. അപ്പൊ കൈ കിട്ടി മുണ്ടൊക്കെ തലയിലെടുത്തോണ്ട്. പക്ഷെ നമ്മൾ ഉടുത്ത മുണ്ടില് മുഴുവനും കണ്ടോ നിറച്ചിതേ പുല്ലാണ്. ഇതേ കണ്ടോ സോക്സ് ഉണ്ട് ഗൈസ്. എന്റെ കഴിവ് തന്നെ. ഞാൻ പിന്നെ സോക്സ് എനിക്ക് വേഷിക്കൊണ്ട് അവര് കൊല്ലാൻ നോക്കുവാ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മോസ്റ്റ് ആയിട്ട് നമ്മുടെ കരിക്കെടുക്കാം. അയ്യോ എന്റെ കാലേ, സോറി മമ്മ. ഈ മമ്മേന്റെ അടുത്ത് വരാൻ പറ്റാ. അയ്യോ അമ്മയ്ക്കിലേക്ക് സോറി മക്ക. കുറച്ച് വലിക്കുന്നുണ്ട് മമ്മേ. നിങ്ങൾക്ക് എന്താ കാണിക്കുന്നത്? ദൃക്സാക്ഷിയായി നിൽക്കുവാണ്. നമുക്ക് മോസ്റ്റായിട്ട് കരിക്ക് വെട്ടാം. ലെറ്റ്സ് ഗോ. കരിക്ക് വെട്ടില്ലേ? ആണോ ആണോ ആണോ? അതെ ഗായ്സ്, അപ്പോൾ മോസ്റ്റ് ആയിട്ട് കരിക്ക് വെട്ടാൻ വേണ്ടി പോവാം. അപ്പൊ കുറെ നാൾക്ക് ശേഷമാണ് നമ്മൾ കരിക്ക് കുടിക്കുന്നത് അല്ലേ മമ്മേ? കുറെ നാള് നമ്മൾ കരിക്ക് ഇളനീർ കുടിച്ചു കഴിഞ്ഞാൽ എന്താ അറിയാം, നമുക്ക് മോസ്റ്റ് എന്താണ് നമ്മുടെ ദാഹം വിശപ്പും പോകാനുള്ള ഏറ്റവും നല്ല സൂത്രമാണ് അല്ലേ? അപ്പൊ ഇവിടെ ചിലരൊക്കെ മൗനവ്രതത്തിൽ സീരിയസ് കൊച്ചിന് കരിക്ക് വിഴുങ്ങി കഴിയുമ്പോ കൊച്ചിന് എന്താ പറയാ, നിങ്ങൾ വേഗം സ്നിക്കേഴ്സ് ഒരു പെട്ടിയും കഴിക്കും. അത് തന്നെ. അപ്പൊ നമുക്ക് മോസ്റ്റ് ആയിട്ട് ചെയ്യാം, കരിക്ക് അങ്ങോട്ട് വെട്ടാം. ഗായ്സ്, അപ്പൊ നിങ്ങൾക്ക് കരിക്ക് ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. വാവ്, നോക്കൂ ഇവര് കണ്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കരിക്ക് മോസ്റ്റ് ആയിട്ട് വെട്ടിപ്പറിച്ചെടുക്കാം. അമ്മക്ക് ഇഷ്ടമാണോ കരിക്ക്? അപ്പൊ പങ്ങന്റെ കരിക്കിന്റെ ഉള്ളിൽ ഞാനാണ് കഴിക്കാൻ പോകുന്നത്. കാരണം പങ്ങ കുത്തും നമുക്ക് കാണാം ഗൈസ്. കരിക്ക് കുടിക്കണം. അതന്നെ, ഇളനീര് കുടിച്ച തന്നെ മോസ്റ്റ് ഗായ്സേ, മോസ്റ്റ് ഉന്മേഷം. സത്യം, കരിക്ക് മോസ്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതിൻ്റെ ഉള്ളിലെ എനിക്ക് അങ്ങനെ പറയാം, കരിക്ക് തിന്നാൻ ഇഷ്ടം. കരിക്കും വെള്ളത്തിൽ നമ്മൾ കരിക്ക് തോണ്ടിയിട്ടിട്ട് അത് രണ്ടും കൂടി തിന്നണം. അതിനാണ് ഏറ്റവും ടേസ്റ്റ്. അതാണ് വൈബ് അല്ലേ അമ്മേ? അത് തന്നെ. വാവ്, അങ്ങനെ മമ്മ ഇത് ഇത്രയും മമ്മ റെഡിയാക്കിയിട്ടുണ്ട്. വാക്കത്തേക്ക് മൂർച്ചുള്ളതുകൊണ്ട് നല്ല രസത്തില് കരിക്ക് വിട്ടുവേ. ഇത് അറക്കാം അമ്മേ.
ആർക്കെങ്കിലും എടുക്കാം. വിശപ്പ് അങ്ങനല്ലേ? ഇല്ല എനിക്ക് എന്റെ ഞാൻ വേറെ മാറ്റിട്ടുണ്ട്. ഇതെനിക്ക് മമ്മേ അതന്നെ പുൽ സ്ട്രോ. വാവ്, നിറച്ച് അഴിയുണ്ട്. പക്ഷെ ഇത് അമ്മ തടിയുള്ള പുല്ലില്ലെന്നേ. ഇനി കാട് മുഴുവൻ തപ്പണ്ട വരുന്ന തോന്നുന്നു. അമ്പാ വാവ് ഗായ്സ്, ക്യാമറയിലേക്ക് ഇറക്കിവിടാ. അതാ ക്യാമറ തെറിച്ചോ? തെറിച്ച് ഐശ്വര്യമായിട്ട് ഞാൻ പിടിക്കട്ടെ. റോസ് ഈ കാട്ടിലിരുന്ന് കൊറേ കൊതുകിന്റെ കുത്തും കൊറേ പ്രാണീന്റെ കടിയൊക്കെ കൊണ്ട് ഇങ്ങനെ കരിക്ക് കുടിക്കുന്നതിന്റെ വൈബ് ഒന്ന് വേറെ തന്നെ അല്ലേ മമ്മേ? എന്താ പറയാ, നമുക്ക് എന്താ പറയാ? അതെ, ഇത് ഇവിടെ ഇരിക്കട്ടെ. നിങ്ങൾക്കും കൂടെ തന്നിട്ട് കണ്ടോ, ഞങ്ങള് കൊതി വിടുമെന്ന് ഓർത്തിട്ടാണ് എല്ലാവർക്കും കൂടെ ചിയേഴ്സ് കുടിക്കാം. ശരിക്കും. അപ്പൊ ചിയേഴ്സ് വെക്കാൻ ഓർത്തിട്ട് അമ്മ എന്ത് ചെയ്യുന്നു? ഇനിയുള്ള 3 കൂടി അതാ മമ്മേ, നമുക്ക് എന്നെ കൊല്ലും എന്ന് പറഞ്ഞു. ഒന്ന് കാണുന്നുണ്ടോ? നിങ്ങൾ കളിക്കലും അമ്മേ അമ്മേ എന്നെ ശരിക്കും അടിക്കും അമ്മേ പൈങ്കിളി. എന്റെ ദൈവമേ, ഈ കൊച്ചമ്മേന്റെ ഇങ്ങനെ എനിക്ക് എത്ര നേരം നിങ്ങളോട് പറയുന്നത്? വിശക്കുമ്പോ തല്ലുവാണ് വേണ്ട. ഇത് അങ്ങനെ അടിക്കില്ല കൊച്ചം. അടിക്കുന്നവർക്ക് ഇങ്ങനെ അടി കിട്ടും. അടിക്കോ ഇനി എന്നെ? അടിക്കോടാ ഇനി എന്നെ? അടിക്കോടാ ഇനി എന്നെ? അടിക്കോ ഇനി എന്നെ? അടിക്കോ ഇനി എന്നെ? കണ്ടോ, ഇങ്ങനെ വെട്ടുന്നതിന് മുമ്പിലേക്ക് പിള്ളേരൊക്കെ ഓടി വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള പിള്ളേരെ നമ്മളിങ്ങനെ കിടത്തിയിടണം. പറഞ്ഞു മുഴുവൻ ഓടണ്ടിരിക്കും. എന്റെ മുണ്ടന്തിയേ പങ്ക 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 അടി വാങ്ങും. പങ്ക നീ പങ്ക പങ്ക അടി വാങ്ങുവേ. ആണോ? വേദന ഉണ്ടായിരുന്നോ? തുടങ്ങി തരാം ഞാനാണോ? അമ്മച്ചി പറഞ്ഞിട്ടുണ്ട് എന്നോട് അടി ഉണ്ടാക്കാൻ പാടില്ല. പക്ഷേ ഉണ്ടാക്കാൻ പറഞ്ഞതിന് വിടാനും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഞാൻ അടി ഉണ്ടാക്കില്ല. പക്ഷേ എടാ എന്താ പങ്ങനാണ് ഗായ്സ് ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ കൊച്ച്. പങ്കനെ വെല്ലാൻ ഈ ലോകത്ത് ആരുമില്ല. ആ എന്നെ അടിച്ചോ, നീ അല്ലേ അടിക്കുന്നേ? ഞാൻ അടി കൊള്ളാം. എന്തൊക്കെയോ കുറെ കൊച്ചിന് ചെയ്യണമെന്നുണ്ട് കേട്ടോ. നല്ല വേദന എടുത്തിട്ടോ. അയ്യോ ഞാൻ വേർത്തു പോയി മമ്മേ. അടി വാങ്ങൂട്ടോ. എന്താ കടിച്ചു ചോയുന്നു. എന്നെ മുണ്ടന്തി ഗായ്സ്. അയ്യോ നമുക്ക് നോക്കാം കറി കണ്ടാന്ന്. വാ, ഇതൊരു കറിക്കത്ത് ഇവിടെ വെട്ടി വെച്ചിട്ടുണ്ട്. അടുത്ത കറിക്ക് നമ്മ വെട്ടുവാണ്. ഓക്കെ ലെറ്റ്സ് ഗോ. ഇത് കണ്ടോ, നമ്മളെ ഈ പുല്ലില്ലേ, ഈ നിൽക്കുന്ന ഈ പുല്ല്, ഇതിൻ്റെ തണ്ടാണ് ഞാൻ, ഉണങ്ങിയ തണ്ടായിരുന്നു. അപ്പോൾ ആ തണ്ട് ഞാൻ ഇതേ ഇതിൻ്റെ ഉള്ളിൽ നല്ല ഹോളുണ്ട് കേട്ടോ. ഇതുണ്ട്, ഇതിൽ കൂടി നമുക്ക് മമ്മേനൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതേ മമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട് നന്നാക്കിയിട്ട്. നമ്മൾ കുറച്ച് മണ്ണൊക്കെ തിന്നാം അല്ലേ? ഇതിൽ നമ്മൾ സാഷ്ടാംഗിക്കണം. അതെ, നമ്മുടെ നാച്ചുറൽ സ്ട്രോ ആയിട്ടുണ്ട് അല്ലേ മമ്മേ? നാച്ചുറൽ വൈബ്, നാച്ചുറൽ സ്ട്രോ. വാവ്, ഇവരെങ്ങനെ കുടിക്കുന്ന അവസ്ഥകൾ എങ്ങനെ കുടിക്കുന്ന പൊട്ടന്മാരെ? വലിയ സ്ട്രോ. ഞാൻ ഉണ്ടാക്കിയ സ്ട്രോ ഉണ്ടോ പൊട്ടന്മാരെ? ഞാൻ ഉണ്ടാക്കിയ സ്ട്രോ ഇനി ആർക്കും തരാൻ പറ്റില്ല. വാവ്, ഇതുകൊണ്ടോ ഞാൻ ഉണ്ടാക്കിയ സ്ട്രോ ആണ്. മോസ്റ്റ് കൊണ്ടോ മമ്മ മോസ്റ്റ് ആയിട്ട് കുടിക്കുന്നുണ്ട്. വൈബാണോ മമ്മേ? കുറച്ചും കൂടി നീളം വേണമായിരുന്നല്ലേ? സ്ട്രോ ഇനി കരിക്കിൻ്റെ ഉള്ളിലിട്ട് കളയോ? വാവ്. അപ്പൊ ഇനി എന്റെ ടേൺ ആണ്. അപ്പൊ എന്റെ കരിക്ക് ഞാൻ എന്റെ മുണ്ടിന്റെ അടിക്ക് ഒളിപ്പിച്ച് വെച്ചേക്കോണ്ടോ. ഒളിപ്പിച്ച് വെച്ചതല്ല, അവനോടെ കിടക്കുമായിരുന്നു. നമുക്ക് ആദ്യം വായും കൊണ്ട് കുടിക്കാം. പിന്നെ വായം കൊണ്ടല്ലാതെ സ്ട്രോ ഇട്ടുണ്ട്. മമ്മ ഇത് വീഡിയോ എടുക്കാം. എനിക്ക് കരിക്ക് വെട്ടണം കേട്ടോ.
അല്ല ഇത് കേട്ടോ, ഇത് കണ്ടോട്ടോ. നമ്മള് അയ്യടാ കൊച്ചാളെ ഇങ്ങനെ എന്നതാ ഇങ്ങനെ എന്നെ കാണുന്നുണ്ടോ മിസ്സസ് ജുവാണ? ഇതോ അല്ല അയ്യോ അമ്മേ നല്ല മധുരം. അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫുൾ കുളിക്കും. അപ്പൊ കുളിക്കാൻ ആഗ്രഹമില്ല, അപ്പം കുടിക്കാനാണ് ആഗ്രഹം. ചാടിപ്പോയി. വേറെ സ്ട്രോ തരാം നിനക്ക്, ഞാൻ കുടിച്ചു കേട്ടോ. ഇതും കൊണ്ട് എടുത്തരാം, ഇതും കൊണ്ട് ആ അങ്ങോട്ട് എടുക്കൂല, അതുകൊണ്ട് നീ ആദ്യം കുടിക്ക, എന്നിട്ട് അവന് കൊടുക്ക്. അങ്ങോട്ട് അയച്ചോണ്ടമ്മാ ദാ മുഴുവൻ പോകുന്നുണ്ട്. ആ ഇന്ന് വൈകുന്നേരം വരെ പണി എടുപ്പിക്കാനാണോ? അതെ സാധാരണ ഇതുപോലെ അതെ സാധാരണ ഇതെങ്കിലും ഉണ്ടോ ഇതുപോലെ അവരെ കാണിക്കണം. ഈ പൊട്ടൻ മമ്മ അവരെ കാണിക്ക്, അതാ അവരെ കാണിക്കും. സത്യം സമരം ചെയ്യും. എന്തിനാ ഇനിയും കറിക്ക് പറ്റി എനിക്കൊരു ആനയെ തരാൻ ആരും വേണ്ടി തന്നില്ലല്ലോ. അയ്യോ എന്താ പുല്ല് നീണ്ടു നിൽക്കുന്നേ? അതെ തീരാനായിട്ടില്ല. ഏകദേശം ഇതിനകത്ത് എത്ര ലിറ്റർ ഉണ്ടാവും? 1/2 ലിറ്റർ ഉണ്ടാവില്ല മമ്മേ? 1/2 ലിറ്ററോളം ഉണ്ടാവും കേട്ടോ. അങ്ങനെ കുടിക്കട, അങ്ങനെ വലിച്ചു കുടിക്കുക. കഴിഞ്ഞു അതിനകത്തെ. അല്ല എന്നാ കുഞ്ഞിന് ഇതെവിടെ വാ വെക്കണ്ടത്? അങ്ങനെ കുടിക്ക, അവൻ കുടിക്കട്ടെ. ഇതിന്റെ ഉള്ളിൽ നമുക്ക് കരിക്കുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി കരിക്ക് കുടിക്കണം. അല്ലേ മമ്മ? കരിക്ക് തിന്നു നമ്മള്, ഇനി കരിക്ക് കുടിക്കണം. അല്ല കരിക്ക് കുടിച്ച് നമ്മള് നമുക്ക് കരിക്ക് തിന്നണം. എന്തൊക്കെയാ പറയുന്നത്? എന്താ കാണുന്നില്ല കുടിക്കുന്നതും മണ്ടൻ. അതാ സ്ട്രോ ഇപ്പൊ അതിന്റെ ഉള്ളിൽ ഇട്ട് ഇല്ലാട്ടോ. തിന്നോ? അപ്പൊ നമുക്ക് നോക്കാട്ടോ. ആ നോക്കണ്ട, അതേ നോക്ക്. ഇതേ മമ്മ കരിക്ക് മോശമായിട്ട് വെട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ കരിക്ക് കുടിച്ചു കഴിഞ്ഞാൽ വെട്ടല് നമുക്കൊരു ഹോബിയാണ്. കാരണം അത് തിന്നാതെ വിടുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല, അല്ലേ മമ്മേ? കരിക്ക് തിന്നുമ്പോഴാണ് അവിടെ ആ കർത്തവ്യം അവിടെ പൂർത്തിയാവുള്ളൂ. എവിടെ ചിലര് കരിക്ക് കുടിച്ചിട്ടാ അതങ്ങ് കളയും. അത് സത്യം പറഞ്ഞ ഫെയർ ആണ്. നല്ല മധുരമുണ്ട്. ഫെയർ അല്ല, അതല്ലേ സെയിലാണ്, അതല്ലേ തിന്നണം. അതാണ്, അപ്പോഴാണ് അത് ശരിയാവുള്ളൂ, അല്ലേ പറ്റി? അവരെ കുടിക്കുന്നില്ലേ? ഞാൻ കുടിച്ചത് വായിലേക്ക് കമത്തത് നോക്കട്ടെ, അതൊരു വൈബല്ലേ? അതാ കരിക്കോടെ വിഴുങ്ങുന്നു അമ്മ. ആളത്തോളെയായോ? അത് കരിക്കോടെ ഒന്ന് കുടിച്ച് വൈബാക്ക്, നമുക്ക് നോക്കാം വൈബ് ഉണ്ടോന്ന്. അയ്യോ ഞാൻ ഒരു വിറ്റേ ഞങ്ങള് ഇപ്പൊ വൈബാക്കാൻ പോകുന്നതാണ്, കാണാൻ പോകുന്നത്. എടാ നിങ്ങൾ കുടിക്കണാ? എവിടെ കുടിക്കേ? വൈബാക്കേ മറ്റേ മുകളിലേക്ക് വൈബാക്ക്. ഏതാ പൊട്ട കുഞ്ഞ് വൈബാക്കുന്നത്? എന്താണ് അതാ അങ്ങനെ കേട്ടോ. ഇതാ കൈയിട്ട് വരുന്ന എന്താ മറ്റുള്ളവരുടേത്? കള്ളക്കളിയാണല്ലോ. മറ്റുള്ളവരാണോ? സോറി കേട്ടോ. അമ്മേന്റെ അതുകൊണ്ട് അമ്മേന്റെ ഫുള്ള് നമുക്ക് വാരി എടുക്കാം. ഓ വാവ്, അതാറ് കരിക്കാം അമ്മ വെട്ടിയത്. അപ്പൊ എന്റെ എവിടെ? വെട്ടിത്തരാം. അങ്ങനെ വെട്ടിട്ടോ. അപ്പം നോക്ക്, നമ്മുടെ മമ്മ ഇതേ കരിക്ക് എനിക്ക് മോസ്റ്റ് ആയിട്ട് ഇതേ വെട്ടി തന്നിട്ടുണ്ടേ. അപ്പൊ നോക്കിട്ടേ മമ്മ കരിക്കും കൊണ്ട് തന്നെ സ്പൂൺ ഉണ്ടാക്കും, അല്ലേ അമ്മേ? കണ്ടോ, നമ്മളെല്ലാം നാച്ചുറലാണ്. സ്ട്രോ നാച്ചുറലാണ്, സ്പൂൺ നാച്ചുറലാണ്, എവറിത്തിങ് ഈസ് നാച്ചുറൽ. അപ്പൊ മമ്മ ഇത് എല്ലാവർക്കും സ്പൂൺ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇനി മമ്മ ഞാൻ കോരത്തിന് നിന്നെടുത്തു. ഞാൻ കോരത്തിന് നിന്നെടുത്തോ? ഞാൻ കോരത്തരുന്ന് എടുത്തു തരാം. കരിക്ക് കാണിക്കാം, കരിക്കും കൊണ്ട് കാണിച്ചേ. ഇത് കണ്ടോ, കരിക്കിന്റെ തലയാന്ന് തോന്നാ. ഇതിന്റെ വായ്പൊന്ന് വേറെ പറഞ്ഞു. ഇതിന്റെ കൂടെ കഴിച്ച ഞാൻ നല്ല കോമ്പിനേഷൻ ആകാം. പല്ല് കേൾക്കണ്ട അതിന് ഇതിന്റെ കോമ്പിനേഷൻ ഞാൻ പറഞ്ഞില്ലേ? കരിക്കും വെള്ളം എടുത്തിട്ട് കരിക്കും വെള്ളത്തിലേക്ക് മമ്മയ്ക്ക് അറിയോ അത്? നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാം. കരിക്കും വെള്ളത്തിലേക്ക് കരിക്കില്ലേ, ഇതാ കരിക്കതാ, കരിക്കും വെള്ളത്തിലേക്ക് കരിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയോ? ഇങ്ങനെ. ഇത് ശരിക്കും കാണിക്കണം. കാണുന്നുണ്ടോ എന്റെ ഗായ്സ്? എല്ലാവരും ഒന്ന് കണ്ട് കൊതിക്കട്ടെ, അല്ലേ ഗായ്സ്? ഇത് കണ്ടോ, എനിക്ക് വായിൽ കൊതി വരുന്നുണ്ട്. അയ്യോ, നിലത്തങ്ങ് ചാടി പോണം മണ്ണില്. കൊതിയാണോ നിൽക്കും. അയ്യോ
എല്ലാരും പറയും സ്വർഗം, ഞാൻ പറയും എന്ത് പ്യോളി. വീട്ടിലിരിക്കുന്ന സ്പൂണും കൊണ്ട് തിന്നാ പോലും അമ്മേ ഉള്ള കാര്യം പറയാം, ഇത്ര ടേസ്റ്റ് ഇല്ല. അടിപൊളി ടേസ്റ്റ്, നല്ല മധുരമുണ്ട്, നല്ല രുചിയുണ്ട്, വൈബ് വേറെ തന്നെ. നമ്മളിങ്ങനെ തോണ്ടിക്കളയണം ഇതിലുള്ള മണലും ചേരലൊക്കെ. ഇടയ്ക്ക് നമ്മളിങ്ങനെ എടുക്കാനൊക്കെ പോണം, അപ്പോഴാണ് വൈബ് കൂടുതലാവുന്നത്. ക്യാമറമാൻ ക്യാമറ തിരിക്കുന്നില്ലടാ, എന്റെ ആൾ കൊച്ച് സൗണ്ടിട്ട് കിട്ടിയില്ല. അതാ അയ്യേ ഇത് ചിരണ്ടി വെച്ചത് അതാ കള്ളക്കളി കൈ കടിക്കിട്ട് ക്യാമറ എവിടേക്കോ കാണിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ എടുക്കാൻ വരരുത് പങ്ക, ദേഷ്യം വരുവേ. ആയ് നമുക്ക് ഇങ്ങനെ തോണ്ടിട്ട് കൈ മുറിയാതെ തരുമോ? ആ ഇച്ചിരി കൊച്ചിന് തരുമോ? എന്റെ കൂട്ടം തരാൻ പങ്ക്. അതെല്ലാം തിന്നും. കുഞ്ഞാച്ചീന്റെ വേണം, തരാം. എനിക്ക് മുകളിലത്തെ മതി, താഴത്തെ വേണ്ട, താഴത്തെ തേങ്ങ വേണ്ട, എനിക്ക് മുകളിലത്തെ കറി. അതാ കൈമുറിഞ്ഞ് ചോര. അതാ ഇടാ, അതൊക്കെ ശ്രദ്ധിച്ചെടുക്കടാ. അത് മുഴുവൻ തിന്നോണ്ട് പോക്കോ. അതാ കൈ മുറിഞ്ഞു, നല്ല മുറിഞ്ഞതേ. ഫസ്റ്റത്തെ കാര്യം എന്ന് വെച്ചാൽ എല്ലാ പ്രശ്നവും വരുന്ന ഞാൻ കാരണം. ആ സത്യം തന്നെ പറഞ്ഞത്. അയ്യോ അമ്മ മോസ്റ്റ് ആയാലും അമ്മേ. ഇതുകൊണ്ടോ നിങ്ങൾ കരിക്ക് കഴിക്കുമ്പോ ശ്രദ്ധിക്കണം. ഇതുകൊണ്ടോ ഈ എഡ്ജ് തട്ടിയിട്ടാണ് ഇത് ഇപ്പൊ ഇത്രയും ബ്ലഡ് ഇവിടെ ഞാൻ പോവാ, എന്നാ പിന്നെ എല്ലാ പ്രശ്നവും റെഡിയാവും. അമ്മേ കമ്മ്യൂണിസ്റ്റ് എല്ലാം ഉണ്ടാക്കിയിട്ട് പോയിട്ട് കാര്യമില്ല. കമ്മ്യൂണിസ്റ്റ് വെച്ച് അതിന്റെ കോമ്പ് മറിക്കടാ. നമുക്ക് എന്താണ് കോമ്പ് മറിക്കാ, നാച്ചുറൽ മരുന്ന് ഇനി വരുന്നില്ല ആടെ അടുത്തേക്കും, പ്രശ്നം എല്ലാം തീർന്നല്ലോ. ഓ ശരി ടാറ്റാ. അപ്പൊ ഈ കൈ ഇതേ മുറിഞ്ഞ് ചോര മോസ്റ്റായിട്ട് ഇതേ ഒഴുകുന്നുണ്ട്. അയ്യോ എനിക്കിവിടെ പൊള്ളുന്ന പോലെ ഒന്നും അമ്മേ. അപ്പൊ ഇത് നമ്മുടെ മോസ്റ്റ് മരുന്നാണ്, നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പച്ചയില്ലേ. അപ്പൊ അതിന് ഫുൾ കായ്ച്ച് നിൽക്കാണ് കായൊക്കെ. ഇതാറ്റേ കായല്ല, പൂവ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അത് ഉരയ്ക്കാം. അത് ഉരച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്നറിയോ, നമ്മുടെ ഈ മുറിവില് വെക്കണം. അപ്പൊ എനിക്ക് ഇതിന്റെ കൊതി നിന്നു കേട്ടോ. നമ്മളങ്ങനെ ആഗ്രഹിച്ച് കൊതിയോടെ എന്തെങ്കിലും കഴിക്കുമ്പോ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ. അതെ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക, നല്ല പ്രസ് ചെയ്യണേ. തുണിക്കഷ്ണം വേണോ ഇനി? അതേ മുണ്ട് കീറാൻ പോകുന്നു ഇനി മമ്മ. ഓ എല്ലാം നാച്ചുറൽ വൈബ് തന്നെ. വേണ്ട ഒരു ഇല വെച്ചിട്ടങ്ങ് കിട്ടിയാൽ മതിയല്ലോ, എല്ലാം നാച്ചുറലിൽ കിടക്കട്ടെ. ഇല്ലേ എല്ലാം നാച്ചുറലാണ്. ചിലരൊക്കെ അതേ മൂകാവിഷാദിയായി ഇപ്പൊ കുഴിയിൽ വീണ കാലം കുഴി കിടന്നു. പങ്കം കാരണമാണോ അത് സംഭവിച്ചല്ലേ അമ്മേ? ആരും കാരണമല്ല. മുറിവ് നമുക്ക് എന്ത് പറ്റാനും ആരും കാരണമൊന്നും അല്ല. നമ്മളങ്ങനെ പറയുന്നത് അതവിടെ വരണം. അത് പൈങ്കിളി ഓർത്ത് പൈങ്കിളി കാരണമാണ്. പൈങ്കിളി എന്നിട്ട് അങ്ങോട്ട് വണങ്ങിപ്പോയി. എന്തൊരു സ്വഭാവങ്ങളാണോ. അങ്ങനെയുള്ളവരെ നമ്മൾ എന്താണെന്നറിയോ, കുഴി ചാടിക്കണം. എങ്ങനെ? ചെളിക്കുഴിയില്. അയ്യോ അമ്മ ഒന്ന് ടൈറ്റില് കെട്ടിക്കോട്ടോ. അപ്പം ഇനി ഇത് ബാക്കിയുള്ളതിന് പന്തം കൈ കൊണ്ട് തിന്നു തീർക്കണം. അടുത്ത ടാസ്ക് ആണ് അല്ലേ അമ്മേ? ഓക്കേ വാവ്, അടിപൊളി. നല്ല രസത്തിൽ മമ്മ കെട്ടിത്തരുന്നുണ്ട്. മോസ്റ്റ് വെയിലും വരുന്നുണ്ട് കേട്ടോ, നല്ല വെയിലുണ്ടല്ലേ ഇന്ന്. ഓക്കേ കെട്ടിയോ? മോസ്റ്റായിട്ട് പന്തം കൈ എന്തായി? ആ പന്തായല്ലോ. അതാ എന്റെ കൈ വെട്ടാൻ പോന്നു. അതെ മോസ്റ്റ് ആയിട്ട് ഇതേ കൈ നല്ല പന്തമാക്കി വെച്ചിട്ടുണ്ട് അല്ലേ പറ്റി? നമുക്ക് മോസ്റ്റ് ആയിട്ട് എന്റെ കരിക്ക് വെട്ടിയിട്ടില്ല. അപ്പൊ എന്റെ കരിക്ക് ഞാൻ ബാക്കി കഴിക്കട്ടെ കേട്ടാ. നമ്മള് കൈ മുറിച്ചിട്ട് തിന്നുന്നതിന്റെ വൈബ് വേറല്ലേ? ആ ചോരയും കൂടി മിക്സ് ചെയ്യണോ? ശങ്കരാചാര്യന്റെ പോലെ തലയില് അതൊരു വശത്തേക്ക് തിരിഞ്ഞു ശരിക്കും തോന്നി. നമ്മളിങ്ങനെ 3 വെള്ളം 4 വെള്ളം കൊണ്ടാണ് ഇങ്ങനെ കഴിക്കുന്നതിന്റെ വൈബ് കിട്ടുന്നുമില്ല. ആരും ഒന്ന് സഹായിച്ചു തന്ന്. എല്ലാ വിരലും ഇമ്പോർട്ടന്റ് ആണ്. ഒരു വിരൽ ഇല്ലേലാണ് നമുക്ക് എന്റെ അവസ്ഥ അനക്കൊമ്പ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നോക്കാം മോസ്റ്റ് അനക്കൊമ്പാണ്. അതന്നെ ഇതാ ഇത് കാണാൻ പറ്റേ. അതെ നമ്മളിനി ഇങ്ങനെ പിടിക്കണം. എന്നിട്ട്
ഇപ്പുറത്തെ വിരൽ മുറിക്കാല്ലേ? എല്ലാം മുറിച്ചിട്ട് പന്താക്കി വെക്ക്. ആ ഒരു ബലം കിട്ടുന്നില്ലല്ലോ. ഇതാ കുട്ടി. തിരുമ്പ ശ്രദ്ധിക്കണം, കാരണം കറിക്കുന്ന കഷ്ണം ഉണ്ടാവും. എൻ്റെ കൈ മൂർച്ചതാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. ശരി. ഇതുകൊണ്ട് ഈ കഷ്ണം മോസ്റ്റാണ്. ടാസ്ക് സ്പൂണും കൊണ്ട് വരായിരുന്നു അറിഞ്ഞിരുന്നെങ്കിൽ. അതെ, പിന്നെ നാച്ചുറൽ സ്പൂണാണ് തിന്നണ്ട. പൊട്ടനാ നല്ല വിഡി. ഓക്കെ, മണ്ടെന്താ കാട്ടിപ്പോയി. വെള്ളം കുടിക്കാൻ പോയതാ, അത് മുങ്ങിയത്. എന്തെങ്കിലും പറഞ്ഞ് മുങ്ങണ്ടല്ലേ? അതെ, മമ്മ ഇതത് കുടിച്ചോട്ടെ. എനിക്കുള്ള ഒരു ഗായ്സ്, എനിക്ക് ആകെ അവസ്ഥയാണ്. കയ്യിൽ നിന്ന് ബ്ലഡ് പോകുന്നുണ്ട്. എന്താ പറയുക, സ്പൂണും കൊണ്ട് എനിക്ക് കോരി തന്നാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ വാക്കത്തി പ്രയോഗിച്ചു കേട്ടോ. ലേറ്റേ. അതെ, അവരുടെ മോസ്റ്റ് തീറ്റയാണ്, കാണിക്കട്ടെ. കണ്ടില്ലേ, എൻ്റെ സ്പൂൺ ഇതാണ്. ഓ, സ്പൂണൊക്കെ കാണിച്ചാട്ടോ. ഇതാണ് നമ്മുടെ നൂഡിൽസ്, തേങ്ങാ നൂഡിൽസ്. കണ്ടോ, നോക്ക്. കണ്ടോ, വാവ്. ഇത് കുറച്ച് തുള്ളി മുട്ടയാണ് കേട്ടോ. അമ്മയുടെ കാല് മറിച്ചിട്ട് അമ്മ എഴുന്നേറ്റ് കേട്ടോ. നമ്മൾ അടക്ക വശാൻ വേണ്ടി പോവാണ്. വേറെ നമുക്ക് എഴുന്നേക്കാം. ഓക്കെ, അവച്ചേട്ടനെ കാണുമ്പോൾ കൊതിയാവുന്നു. ഉണ്ടോ തള്ളി വിടുന്നേ? കാണാൻ നോക്കുവാമേ. നമ്മളപ്പോൾ കരിക്ക് എങ്ങനെയാ വരയുന്നതാണ് ഗൈസ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. വാ, നമ്മളിപ്പം കുറെ വരയിട്ടുണ്ട്. എന്താണ് ചെയ്യുന്നത്? ഷോ അതെ, എന്നാ ചെയ്തു തരണ്ടേ? തിന്നുകയും ചെയ്യും. അതല്ലല്ലോ. നോക്ക് ഗൈസ്, ഇതുണ്ടോ? നമുക്ക് നല്ല സ്ലൈസ് ചെയ്തെടുക്കുന്നത് സാറ്റിസ്ഫൈ ഉണ്ട്. ഉണ്ടോ? അടിപൊളി. ഇത് കണ്ടോ? വാ, അടിപൊളിയായിട്ടുണ്ട്. നമ്മളിങ്ങനെ തിന്നുകയും ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ, അധികം വേണ്ട, അധികം സ്ലൈസിലായി വേണ്ട. എന്താ കുഞ്ഞാറ്റി? കോല ഉണ്ടല്ലോ, കിട്ടിയിട്ടുണ്ടല്ലോ. നല്ല ടേസ്റ്റ്. മറ്റുള്ള നല്ല ടേസ്റ്റാണ്. ഇതേ ചില മഹർഷിമാർക്ക് ഏതൊക്കെയോ അങ്ങോട്ട് അതിലേ പോയി ഇതിലേക്കാണ് കയറി വരുന്നത് കേട്ടോ. ഒത്തിരി മോശമായിട്ട് കോരി തിന്നുന്നുണ്ട്. നമുക്ക് മഹർഷീൻ്റെ കൂടെ അങ്ങോട്ട് പോവാം. ലെറ്റ്സ് ഗോ. ഒരു സോക്സ് ഡാൻസ്. 1 2 3 സ്റ്റെപ്പ്. ലെറ്റ്സ് ഗോ. ഗൂതേ പോകുന്നു. നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നടന്നു പോവുകയാണ്. അപ്പോൾ വഴി ഞാൻ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. അമ്മേ, നല്ലൊന്ന് കാണിച്ചേക്കാം. നമ്മുടെ എന്താണോ ഉറവ അല്ലേ, മോസ്റ്റായിട്ട് നമ്മുടെ ഉറവ അതാ നല്ല രസത്തിൽ ഒഴുകുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയിൽ ഒഴുകുന്നുണ്ട്. ഇത് കണ്ടില്ലേ, നമ്മുടെ പന്നിയും മാനും മയിലും എല്ലാ സാധനങ്ങളും ഇവിടുന്ന് വന്നിട്ട് വെള്ളം കുടിക്കുവേ. അതാ ചിലരുടെ സംഘം പ്രണമിച്ചെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്കിത് നടന്നു പോകാം. സത്യം പറഞ്ഞാൽ നമ്മൾ സോക്സ് ഇടുന്ന ഭയങ്കര സേഫാണ്. കാരണം ഈ പുല്ലും കാടൊക്കെ നമ്മുടെ മേത്ത് ഉരയും. മാത്രമല്ല ഇതുണ്ടേ, ഫുള്ള് എൻ്റെ മേത്ത് പിടിച്ചു. എൻ്റെ മാത്രം മേത്തല്ല, എല്ലാവരുടെ മേത്ത്. അതെ, അപ്പം ഈ എന്താ പറയുക, തൊട്ടവാടിയൊക്കെ ഭയങ്കരമായിട്ട് കാലിങ്ങനെ ഉരയും. അപ്പോൾ നമ്മൾ മുണ്ട് കൊടുക്കുമ്പോൾ സേഫാണ്. സോക്സിന് പക്ഷേ നീളമില്ല ഗൈസ്. ഇത് കണ്ടില്ലേ, ഇത്രയാണ് നീളമുള്ളത്. അതാണ് ഒരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ നമുക്കിങ്ങനെ ചാടി മറിഞ്ഞ് അമ്മേ ഇങ്ങനെ നമുക്ക് നടന്നു പോകണം. യെസ്, നമ്മൾ എത്തേണ്ട സ്ഥലത്ത് നമുക്ക് എത്തണം. അപ്പം എൻ്റെ ചക്കരക്കുട്ടീൻ്റെ എൻ്റെ മുത്ത് ക്യാമറ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് മോസ്റ്റ് ഹാപ്പിയാണ്. കാരണം എല്ലാത്തിലും എന്നെ സഹായിക്കുന്നവനാണ്. അത് ഞാൻ അതേപോലെ തന്നെ ഞാൻ കെയറും ചെയ്യുന്നുണ്ട്. അപ്പോൾ ചില മഹർഷിമാരൊക്കെ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അമ്മേ നമുക്ക് ചാടി നമ്മളെന്നാണ് മഞ്ഞൾ പറിച്ച സ്ഥലം. നമ്മുടെ അമ്മ പേരമരത്തിൻ്റെ ചോട്ടിൽ നമ്മളിത് ലാസ്റ്റ് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എന്താന്നറിയത്തില്ല. അയ്യോ, പന്നിയാണോ കടുവയാണോ പുലിയാണോന്നും അറിയത്തില്ല. അങ്ങോട്ട് ഓടിയിട്ടുണ്ട്. അയ്യോ, എന്ത് ചെയ്യും അമ്മേ? കോംപ്ലിക്കേറ്റഡ് ആയിന്നാ തോന്നുന്നു ഗൈസ്. മതി പറിച്ചതൊക്കെ വാ, വീട്ടിൽ പോവാം. എന്തോ ഒരു പ്യാടി വരുന്നുണ്ട് കേട്ടോ ഗൈസ്. കവുങ്ങ് ഇഷ്ടം പോലെ നിൽപ്പുണ്ട്. ഒന്നിനും മണ്ടയില്ല, ഒന്നിനു പോലും അടക്കയില്ല. ആകെ ദാരിദ്ര്യമാണ്. പേരിന് കവുങ്ങും തോപ്പുന്നേ ഉള്ളൂ.
കേട്ടോ. ഇത് അടർത്തി ഇട്ടോ കേട്ടോ. ആയിക്കോട്ടെ, അവിടെ വെച്ചോ. മഞ്ഞൾ പറിക്കുന്നുണ്ടോ? മഞ്ഞളുണ്ടോ ഇനി? മഞ്ഞളില്ല, മഞ്ഞൾ പറിക്കാൻ നിന്നാ എനിക്ക് വരും. അവിടേക്ക് എന്തോ സാധനം ഓടിയെന്നേ. പോവാം. എന്നാ വാ വീട്ടിൽ പോകാൻ വന്നേ. ഗായ്സേ, കവുങ്ങി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ശരിക്കും കണ്ടോ? ദേ പകുതി മുക്കാലെണ്ണത്തിന് തലയില്ല. ശരിക്കും കണ്ടോ നിങ്ങൾ? കണ്ടോ? തലയില്ല. തല ഉള്ളതിനകത്തോ ഒറ്റ കായുമില്ല. അത് ഇതൊക്കെ ഇനി അടുത്ത വർഷമൊക്കെ ആകുമ്പോഴേക്കും അതൊക്കെ ഇത് പോകും, തലയില്ലാതെ ആയിട്ട് പോകും. കണ്ടില്ലേ? അതിനൊന്നും തലയില്ല. അതാണ് അല്ലേ മമ്മേ? ഭയങ്കര നഷ്ടല്ലേ? നഷ്ടമാണ്. നമ്മള് എന്താ പറയണ്ട എനിക്കറിയത്തില്ല. ആകെ അവസ്ഥയാണ്. കണ്ടില്ലേ? ഇനി അപ്പുറത്തെ കണ്ട് പുല്ലും കളയുന്നുണ്ട്. അവർ പുല്ല് കളയുന്ന ഒച്ച കേട്ടിട്ട് എങ്ങാണ്ടാണ് പന്നി ഗായ്സ് അപ്പുറത്തുനിന്നുള്ളത് ഇങ്ങോട്ട് ഓടി വന്നത്. ഒറ്റയാനൊക്കെയാണ് പിന്നെ നമ്മൾ പറയേ വേണ്ട. ഓടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ എടുത്തു വന്നിട്ട് നമ്മളെ ശ്രദ്ധിക്കില്ല, നമ്മളെ തട്ടിയിട്ടിട്ട് അങ്ങ് പോവാം. ആ തട്ടിന് നമുക്ക് എന്താ സംഭവിക്കാമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇനി പന്നി തന്നെയാണോ നമുക്ക് സംശയമാണ്. കാടായതുകൊണ്ടേ, നിങ്ങൾക്ക് അറിയില്ലേ, കാടായതുകൊണ്ട് പിന്നെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. മോസ്റ്റ് കാടെന്ന് പറഞ്ഞാൽ മോസ്റ്റ് കാടാണ്. കണ്ടില്ലേ? ഇതിൻ്റെയൊക്കെ ഉള്ളിലൊക്കെ വല്ലതും ഒളിച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അറിയ പോലുമില്ല. ഇതല്ലേ, ഇത് മോസ്റ്റ് ഒരു കൂടാരം പോലെയാണ്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. മോസ്റ്റ് ഒരു വലിയ കൂടാരം പോലെയാണ്. കണ്ടില്ലേ? ഞാനിവിടെ ക്യാമറ ഇവിടെ പ്ലേസ് ചെയ്തിട്ട് നടന്നു പോയി കാണിച്ചു തരാം. കണ്ടോ? വലിയ കൂടാരാണ്. അപ്പം നമ്മൾ ഫുള്ള് കാടും വള്ളികളൊക്കെ ആയിട്ട് ഫുള്ളാകെ സീനാണ്. ഇതുണ്ടോ ഗൈസ്? ഫുള്ളാകെ സീൻ. നല്ല രസമുണ്ട്. ഇവിടേക്ക് നല്ല വ്യൂ ആണ്. അപ്പോൾ അത് ഇവിടെ കുറച്ച് അടക്ക കിടപ്പുണ്ട്. പെറുക്കാം. പഴുത്ത അടക്കയാണ്. പഴുത്തതും പഴുത്ത അടക്കയും അതുപോലെ തന്നെ ഉണങ്ങിയ അടക്കയും ഗായ്സ് ഇതിൻ്റെ കൂടെ ഉണ്ട്. നമുക്കിതെല്ലാം പെറുക്കിയെടുക്കാം. നമ്മൾ ഇവിടുന്ന് പെറുക്കുമ്പോൾ നമ്മൾ ബി കെയർഫുൾ ആയിരിക്കണം. അമ്മേ, അയ്യോ, അപ്പോൾ ഈ കാട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അമ്മേ കണ്ടില്ലേ? നമുക്ക് അടക്ക ഇച്ചിരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പുല്ല് കളയുന്നതിൻ്റെ ഒച്ച കാരണം ഭയങ്കര ഇറിറ്റേഷൻ ആവുന്നുണ്ട് സൗണ്ട്. അമ്പടാ, നമ്മുടെ പേരത്തോപ്പാണ് കേട്ടോ ഗായ്സ്. നമ്മുടെ പേരത്തോട്ടത്തിൽ തന്നെയാണ് നമ്മുടെ കവുങ്ങുള്ളത്. അപ്പോൾ കണ്ടോ? അപ്പോൾ ഇതേ ബക്കറ്റ്, അമ്മേ ബക്കറ്റ് ഇവിടെ ഉണ്ട്. ബക്കറ്റിലേക്ക് നമുക്ക് അടക്കിയിടാം കേട്ടോ. കണ്ടില്ലേ? ഓക്കെ, അപ്പം എന്ത് ചെയ്യാം? ഇനി ഉണ്ടോ നമുക്ക് നോക്കാം കേട്ടോ. ബാ ഗായ്സ്, അപ്പം ഞാൻ പോയിട്ട് നമ്മുടെ തൂമ്പ എടുത്തോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം തൂമ്പ എന്തിനാന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അല്ലേ? അപ്പം നമ്മുടെ മഞ്ഞൾ നിൽപ്പുണ്ട്. അതേ അമ്മ ഫ്രണ്ടിൽ അമ്മ എളിഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടും കൂടിയാണ് മഞ്ഞൾ പറിക്കാൻ വേണ്ടി പോകുന്നത്. അതെ, പൊക്ക ഇതേ മോസ്റ്റ് വൈബ് കാടാണ്. അപ്പോൾ വൈബ് കാട്ടിൽ കൂടി കുടുങ്ങി അമ്മേ ശ്രദ്ധിച്ചു പോകണം, അല്ലെ കണ്ണിൻ്റെ മൂക്കിലൊക്കെ കുത്തി കയറും. അപ്പോൾ അതൊക്കെ നോക്കി നമുക്ക് ശ്രദ്ധിച്ചുകൊണ്ട് വേണം പോകാൻ. ലെറ്റ്സ് ഗോ. സോറി ഗായ്സ്, അങ്ങനെ വാക്കത്തെടുത്തില്ല. ഷോ പറയത്തില്ലായിരുന്നോ? ഞാൻ മറന്നുപോയി, എനിക്കറിയില്ലായിരുന്നു. ഇത് കണ്ടില്ല, ഒരു സ്ഥലത്ത് നമ്മൾ മഞ്ഞൾ കണ്ടിട്ടുണ്ട്. ഇന്ന് ഇഞ്ചി മാങ്ങയാണോ എന്നറിയില്ല. നമ്മുടെ സംശയം കസ്തൂരി മഞ്ഞളാണോ എന്നാണ്. ഇത് ഇവിടെ ചോട്ടിലുറന്നിപ്പുണ്ട്. അത് കസ്തൂരി മഞ്ഞളാണെന്നാണ് നമ്മുടെ നിഗമനം. ചിലപ്പോൾ ഇഞ്ചി മാങ്ങ നമ്മളെ പറ്റിക്കുമോ, അതൊരു സംശയം തന്നെയാണ്. അപ്പോൾ നമുക്ക് ചെയ്യണം. കസ്തൂരിയാ? എന്നത് നല്ലോണം മുഴുവൻ എടുത്തോ കേട്ടോ. അന്നത്തെ പോലെ ബാക്കി വെക്കേണ്ട. കസ്തൂരി മഞ്ഞൾ തന്നെയാണ്. ഓ സന്തോഷമായി. നമുക്ക് എന്ത് ചെയ്യാം? ഇല മാഞ്ഞു പോയിട്ടില്ല. അമ്പ ആ മണ്ണിൽ നിന്ന് ആ കളറ് കണ്ടാലേ അറിയാം നമുക്ക്. ഇപ്പം തന്നെ നല്ല സ്മെല്ലും വരും. അപ്പം നമുക്ക് ആഹാ ഇതേ പൊട്ടിച്ച് മണത്ത് നോക്കി അല്ലേ? വാവ്, ഇത് ചീത്തയായല്ലോ. ഇത് കേടണ്ടതിന് ഞാനൊന്ന് മണക്കട്ടെ. നല്ല മണം. നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ നമുക്ക് ബക്കറ്റ് എടുത്തേക്കാട്ടോ. അപ്പം നമുക്ക് ബക്കറ്റ് ഇവിടെ വയ്ക്കാം. അപ്പം അത് ഫുൾ കിളക്കട്ടെ. എന്നിട്ട് വേണം നമുക്കത് എടുക്കാൻ. മണ്ണിൻ്റെ ഇടയിൽ പൊന്നമ്മ. എന്താണ് മമ്മേ? യെസ്, ഇത് ഇഷ്ടം പോലെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ആ ഉണ്ട്. ഇത് ഫുൾ പീസായിട്ടാണ് കിട്ടുന്നത് മമ്മേ. പറലടാ ഷോ അല്ലേ? മഞ്ഞൾ മറന്ന മിഷൻ വേണ്ട വേറല്ലേ? അതുകൊണ്ടാ. ഓക്കെ, എങ്ങനെ കിട്ടിയാലും കുഴപ്പമില്ല. ഗൈസ്, അപ്പം നമുക്കിത് ഇത്രയും കസ്തൂരി മഞ്ഞളാണ് ആകെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് പറിച്ച് ഇങ്ങനെ കുറച്ച് കിട്ടണമെങ്കിൽ ഭയങ്കര ഭാഗ്യം വേണമെന്നാണ് അമ്മ പറഞ്ഞത്. കാരണം സാധാരണ മഞ്ഞൾ പോലെയല്ല, നമുക്കിത് കിട്ടണമെങ്കിൽ മോസ്റ്റ് ലക്ക് വേണം. അധികം ഉണ്ടായിരുന്നുണ്ട്, ഇതൊക്കെ ചീത്തയായിട്ടുണ്ട്. അപ്പോൾ നോക്കി നമ്മുടെ കുണ്ടൻചേട്ടൻ്റെ പറമ്പിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നമ്മളൊരു സൂത്രം കണ്ടിട്ടുണ്ട്. നമുക്ക് കാണുന്നുണ്ടാവില്ല കേട്ടോ. അല്ല, വരുവാ
അവിടെ മണ്ണ് എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന കാഴ്ച അവിടെ പുതിയ കുളം വരാൻ വേണ്ടി പോവാൻ തോന്നുന്നുണ്ട് കേട്ടോ. പഞ്ചായത്ത് കുളമാണമ്മേ? പഞ്ചായത്ത് കുളാ? ആ കുളം നമ്മുടെ അക്കരയുണ്ട് ഒരു കുളം. നമ്മൾ ഇതുവരെ അവിടെ പോയിട്ടില്ല. അക്കരയുണ്ട്. അപ്പോൾ കാട്ടിലേക്ക് എന്തോ സൂത്രം ഓടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മളിവിടെ നിന്ന് സർക്കസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആഹാ എൻ്റെ കയ്യിൽ ഉറഞ്ഞു. അയ്യോ ഇത് ഈ പണ്ടാരക്കോലാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഓടിച്ച് കളയണം. അപ്പോൾ കണ്ണിൽ കൊള്ളാത്ത ഭാഗ്യേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? പോവാട്ടോ. സൗണ്ട് കേൾക്കുന്നുണ്ട്. ഞാൻ പുതിയൊരു സൂത്രം കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. അമ്മ ഞാനിപ്പോൾ വരാം. നോക്കിച്ച് കാര്യം നമ്മുടെ വേനൽക്കാലത്തുണ്ടാവുന്ന സമ്മർ ടൈം ഇപ്പം മഴയില്ലല്ലോ. എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ട്. എന്തിനാവട്ടെ. ഇതേ കുട പോലത്തെ ഒരു കൂണാണ് കേട്ടോ. അപ്പോൾ ഇതേ കണ്ടോ? ഹായ് നോക്ക് ഗൈസ്, നല്ല രസമുണ്ട് കേട്ടോ ഈ കൂണ് കാണാൻ. വാവ് അടിപൊളി. നോക്ക് ഗൈസ്, ഒരു തൊപ്പി പോലെ ഉണ്ട് കേട്ടോ. നോക്കൊരു തൊപ്പിക്കൂണ്. ഹായ് എനിക്കിഷ്ടമായിട്ടോ. ഇത് ഒരുപാട് ഈ മാവിൻ്റെ ഉണക്കക്കമ്പയിലാണ്. ഇത് ഒരുപാടെണ്ണം ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്ന ഗൈസ്. കണ്ടില്ലേ? അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി. ഇങ്ങനത്തെ കൂണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. കീറിപ്പോയി ഗൈസ്, കീറിപ്പോയി. ഉണങ്ങി ഫുള്ള് ഉണക്കക്കൂൺ. നല്ല രസമുണ്ടല്ലേ? ഇത് ഒരുപാടുണ്ട്. ലെറ്റ്സ് ഗോ. അങ്ങനെ പല ടൈപ്പ് കൂണുണ്ടല്ലോ അല്ലേ? അപ്പോൾ എൻ്റെ കാല് ചുറ്റിട്ട് വിടുന്നില്ലല്ലോ. ഇതാണ് നമ്മുടെ വയറവള്ളിയാണ് കേട്ടോ. നമ്മൾ പണ്ട് മുടിയൊക്കെ കെട്ടി വെക്കുന്ന ഈ വള്ളിയും കൊണ്ടായിരുന്നു. അങ്ങനെ മുടി കെട്ടി വെച്ചാൽ മോസ്റ്റായിട്ട് മുടി നീളും. രാത്രിക്ക് കെട്ടി വെച്ച് കൊടുക്കുക. അവസ്ഥ മഴക്കാലത്ത് ഇവിടെ നിന്ന് പേരക്ക പറിക്കാൻ ഞാൻ ഓർക്കുന്നത് അല്ലേ? മോസ്റ്റ് ആ പറമ്പാണോന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എടുക്കണത് അങ്ങനെ മോസ്റ്റായിട്ട് നമ്മൾ അടയ്ക്കൊക്കെ പറിച്ച് കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ മഞ്ഞളും പറിച്ചതേ ഫുള്ള് കണ്ടോ. പന്നി വന്ന് കുത്തിയിട്ട പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഈ വാവാറ്റയും ഈ മമ്മയും ഈ ഞാനും ഈ പൊട്ടനും. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇതേ പന്നി കളച്ചിട്ട പോലെ ആക്കിയിട്ടുണ്ട്. ഇവിടുന്ന് മുഴുവൻ നമുക്കിത് ധാരാളം കശ്മീരി മഞ്ഞളുകളാണ് കഴിച്ചിട്ടിരിക്കുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെ അല്ലേ മമ്മേ? പേരെ ഒടിയില്ല, പക്ഷെ വളയും. അവിടെ അതിൻ്റെ കൈ ഒടിക്കല്ലേ ഗായ്സ്. അപ്പം നമ്മളിനി തിരിച്ചു വേറിലേക്ക് പോകാൻ വേണ്ടി പോവാണ് അല്ല? യെസ്. അപ്പം ഗായ്സ് ഇതേ അടയ്ക്ക നമുക്ക് ആകെ കിട്ടിയിട്ടില്ല. ഇത്രയാണ് നമ്മുടെ അടയ്ക്ക നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പം മമ്മയാണ് അടയ്ക്കെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതേ ചാണകം എടുത്ത് വെച്ചിട്ടുണ്ട് മമ്മയ്ക്ക് വങ്ങൻ്റെ തലയിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ധാരാളം ഉണ്ട്. അത് വേറെ കയറിയും അടയ്ക്ക തീരെ കുറവാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുറേ കവുങ്ങ് ഇവിടെ നിൽപ്പുണ്ട്, പക്ഷെ ഒരു യൂസും ഇല്ലാത്ത പൊട്ടക്കവുങ്ങുകളാണ് എല്ലാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗായ്സ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ മോസ്റ്റായിട്ട് വെയിൽ വരുന്നുണ്ട്, നല്ല വിശക്കുന്നുണ്ട്, നല്ല ദാഹിക്കുന്നൊക്കെ ഉണ്ട്. നിങ്ങൾ വെള്ളമൊന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. എല്ലാവരും അടുത്ത വീട്ടിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ. കൊച്ചാ ഷർട്ട് ഇപ്പൊ കീറും അമ്മേ. വീഴ് പോവല്ലേ ഇപ്പൊ നമ്മള്? എല്ലാവർക്കും ബൈ 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 ബൈ. കൊച്ചു കട്ട കലപ്പ് തന്നെ. അയ്യോ ആരെ എന്തിനാണ് വിളിച്ചേ? ക്യാമറ എന്താ ഗായ്സ് നമ്മൾ പിന്നെയും വെൽക്കം ബാക്ക് ഗായ്സ്. പൈങ്കിളി നല്ലൊരു ചങ്കും ചങ്ക്രാന്തിയും കലക്കി കൊച്ചു നല്ല വീണിട്ടുണ്ട് കേട്ടോ. അതാ വെള്ളി ചെളി. എന്റെ സോക്സിൽ ചെളിയാക്കി ഞാൻ പറയുന്നില്ല കേട്ടോ. എന്താ പിന്നെ ഗൈസ് നമ്മൾ ഒന്നും കൂടി കരിക്ക് കുടിക്കാൻ ചോദിച്ചില്ലേ അമ്മേ? എല്ലാവരും നല്ല ക്ഷീണിതനായ ഒരു നന്ദനായിട്ടുണ്ടല്ലേ. തളർന്നു വീണ ഒരു പങ്കൻ. എനിക്ക് ആ കാലതൂമ്പ പിടിച്ചോണ്ട് വന്നപ്പോഴേ ഏത് ഞാൻ മൂക്കൂത്താതെ പൈങ്കിളി ഞാനത് കണ്ടു. കയ്യിലാണെ ക്യാമറ എനിക്ക് എങ്ങനെ ഹാങ് ചെയ്യും ഞാൻ? അതാണ് വിഷയം. നിങ്ങൾക്ക് രണ്ട് കൈയുണ്ട്. വാവാറ്റ തൂമ്പേനോട് ദേഷ്യം തീർത്തായിരുന്നു. പങ്കല കഴിച്ചതിന് മറ്റേ കട്ടക്കെടുത്ത അമ്മേ. ഇതുണ്ടോ നമ്മൾ നേരത്തെ പോയപ്പം നമ്മുടെ കൈ എന്താ മുള്ളിൽ കൊണ്ടുവരായിരുന്നു. കണ്ണ് കാണുന്നുണ്ടോ? അത് കയ്യിലൊന്നുമില്ലേ ഒരു വര വീണിട്ടുണ്ട്. മോസ്റ്റ് ഡാർക്ക് വര. അപ്പൊ എന്റെ ബ്ലഡ് വരെയാണല്ലോ വീണേക്കുന്നത്. എന്റെ ബ്ലഡ് വരെയാണല്ലോ വീണത്. നീ കണ്ടില്ല? അതെല്ലോ, നീ എന്താ കണ്ടില്ല?
Wow, what's that, brother? കരിക്കല്ലേ വെട്ടുന്നേ? അല്ല ഗൈസ് നമ്മള് നമുക്ക് കഴിഞ്ഞ് വരുമ്പോ കയറെടുത്തിട്ടേ ഊഞ്ഞാല് കെട്ടിയാലോ? അല്ലല്ല, കുരുമുളക് ഉണ്ടോന്ന് അറിയില്ല. അയ്യോ എനിക്കും ആ മരത്തിൽ കയറാൻ തോന്നുന്നേ. അയ്യേ ചാണകം ഇട്ടോണ്ടാണോ പോയെ? ചാണകം ഇരിക്കുന്നു അവിടെ. എവിടെ കണ്ടില്ലേ? പങ്ങന്റെ തലയില. അതാ എന്റെ തലയില്. എടാ മരം നല്ല രസമുണ്ടോ? എനിക്കും കേറാൻ തോന്നുന്നു. കുരുമുളക് ആ എവിടെയുണ്ട്. പൈങ്കിളി താഴെ ചാലാണ്. ഇപ്പഴേ അറിയാം മുണ്ടിന്റെ അടിയിൽ എന്തെങ്കിലും കാണുമോ? എടാ ദേ കരിക്ക്. ഹായ് കരിക്ക് 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 കരിക്ക്. ആരെ നമുക്ക് കുടിക്കല്ലേ? ആയിരിക്കണേ. ശരിയാ, സ്ട്രോ അന്നത്തെ സ്ട്രോ എവിടെ? ആരാ കുടിച്ചാ ലാസ്റ്റ്? ഹായ് പൈങ്കിളി, ഇതേ മറ്റേ മരപ്പട്ടീന്റെ കാഷ്ടം ഇതേ ഫ്രണ്ടിൽ ആ കൊമ്പില്. ആ അറിയാം, ഇപ്പളല്ല കണ്ടേ, പറഞ്ഞപ്പോഴാ കണ്ടത് വെച്ച്. ഇത്രയും നന്നായിട്ട് ഞാൻ ഈ മരം കണ്ടില്ലല്ലോ. ഹായ് മുകളിലേക്ക് കയറിപ്പോയെന്ന് വെച്ചാൽ എനിക്കും കയറാൻ തോന്നുന്നു. ശരി അമ്മ. അയ്യോ അതുങ്ങൾ അവിടെ കാഷ്ടിച്ചിട്ടതുകൊണ്ട് എങ്ങനെയാ? ഹായ് അയ്യോ ഇതെങ്ങനെ തരും? അയ്യോ എന്റെ കയ്യിൽ നിറച്ച് ചെളിയാണ്. ആണോ ചെളി? അയ്യോ എന്താണ് ശക്തിയില്ലേ? ഇതുകൊണ്ടോ ഗൈസ് കയ്യില് ഫുള്ള് ചളി. ഇതുകൊണ്ടോ കൈവിരൽ? ഇതേ കണ്ട കൈവിരലാണ് ചെളി. നിങ്ങൾക്ക് അറിയാതുണ്ടോ? ഇങ്ങനത്തെ നെയിൽ പോളിഷ് ആർക്കെങ്കിലും ഉണ്ടോ? എന്റെ കണ്ടോ ഗൈസ്? അയ്യോ നല്ല രസം. അതെ ഇതുണ്ടോ എന്റെ നഖല്ല, എന്റെ കൈ നേരത്തെ മുറിഞ്ഞെന്നറിയാലോ ഗൈസ്. ഇതുകൊണ്ട് ഇവിടെ ചിലരൊക്കെ ചെരുപ്പ് മരമാണ് കേട്ടോ, മരച്ചെരുപ്പാണ്. ഇതേ ചെളിക്കരിക്ക്. ഇത് പങ്കൻ എടുത്താ കേട്ടോ, ഇത് പങ്കനാണേ. ചെളിക്കരിക്ക് ചെളിക്കരിക്ക് പങ്കനാണ് ഗൈസ്. ചെളിക്കരിക്കോ? പൈകിളി താകൃതാളം കളിക്കുന്നത്. താകൃതാളം നല്ല താകൃതാളം താകൃതാളം നല്ല താകൃതാളം താകൃതാളം നല്ല താകൃതാളം. അത് പങ്കൻ മരത്തിൽ പെട്ടുപോയി ഗൈസേ. ഒന്ന് പ്യോടാ. ടാർസൻ എന്റെയാ, അവനെ ഞാൻ തരില്ല. എന്റെ ടാർസൻ അത്. ടാർസിന് ഒരാളൊന്നുമല്ലല്ലോ, കൊറേ ടാർസന്മാരുണ്ടല്ലോ. ഇല്ലേ ബേ? അതാരാ? ഞാനാ? ഏടാ പോടാ. എന്റെ മമ്മേ നല്ല രസം കളിച്ചിട്ട് കാണാൻ. ജും 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 ജുംബാല 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 ജും 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 ജുംബാന പങ്കൻ ജുംബാന പങ്ക ജും 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 ജും. കുഞ്ഞാറ്റി എനിക്കത് ചെളിയായൊന്നും എനിക്ക് ചെളിയാന്ന് ഓർത്തന്നെ അതിന്റെ ഉള്ളിൽ ചെളി. അതന്നെ മമ്മേ, മിന്നുന്നതെല്ലാം പൊന്നല്ല അല്ലേ മമ്മേ? എന്താണ് മമ്മേ മിന്നുന്നതെല്ലാം? എടാ എടാ മിന്നുന്നതെല്ലാം എടാ മിന്നുന്നതെല്ലാം എടാ. ചേറിലാണ് ചെന്താമര ഉണ്ടാവുള്ളൂ. അതന്നെ അതത്ര ഓർത്താൽ ചുള കാണിയല്ല. അതന്നെ. പിന്നെന്താ മണം ഇല്ല ഇല്ലേ? മുറ്റത്തെ മുല്ലണൊക്കെ എന്താ? അല്ല മുല്ലെണ്ണാന്ന് മുല്ലക്ക് ചെളി കുടിക്കുന്ന ഒരാള്. ചെളി കുടിക്കുന്ന നമ്മുടെ പങ്ക. അപ്പൊ ഇത്ര നേരം പറഞ്ഞതൊന്നും കേട്ടില്ല, ചെവിയില്ല. മമ്മയ്ക്ക് ചെളിയുള്ളത് എടുക്കാൻ കഴിയില്ല. അപ്പൊ കൊച്ചിന് കൊറേ പറഞ്ഞപ്പോ കൊച്ചെടുത്ത് കുടിച്ചു. ഇത് ചേറ്, ഇത് ചെന്താമര. എടാ ശരിക്കും ചെന്താമര പോലെ തോന്നുന്നു. അങ്ങോട്ടെന്തോ സാധനം ഓടിയ പന്നിയാണോ അതോ കടുവയാണോ? ഉറവേന്ന് എടുത്തോണ്ടിരിക്കുമ്പോ എന്റെ അടുത്തേക്ക് വന്നു. എന്താ? പക്ഷെ അത് എന്നിട്ട് അങ്ങോട്ട് പോയി. ആ വരവിലാണ് അങ്ങോട്ട് വന്നത്. പന്നിയാ? എനിക്കെന്താ എനിക്കറിയില്ല, ഞാൻ കണ്ടില്ലല്ലോ. ഒന്നും പേടിക്കണ്ട, ഒരു കടുവ ഇവിടെ പ്രസവിച്ച് കിടപ്പുണ്ട്, അതിന്റെ കുഞ്ഞായിരിക്കും. എനിക്കറിയില്ല കേട്ടോ. കാട്ടിൽ ചെല്ലുമ്പോ പൂച്ച അതാ കരിക്ക് മറിഞ്ഞു. മറിച്ചു. ഇനി ഞാനൊന്ന് കുടിക്കട്ടെ, നല്ല ദാഹമുണ്ട്. എന്റെ കരിക്ക് റെഡിയായേ. എന്റെ കരിക്ക് കുടിക്കുന്നു.
അയ്യേ എന്നെ പോലെ മോന്താനറിയില്ല. വാവാറ്റാണ്. വാവാറ്റ മോസ്റ്റ് ആയിട്ട് കുടിച്ചിട്ടുണ്ട് ഞാൻ. കുറച്ചാൾ എനിക്ക് തരുമോ ചുണ്ട് കടിക്കാൻ? തരുമോ എനിക്ക് തരുമോ? ഇല്ലേ ഇല്ല എനിക്ക് ഓന്നെ വേണം. ഇല്ല തരാൻ പറ്റില്ല. നോക്കട്ടെ പിടിച്ചു നോക്കട്ടെ. ഈ കൊച്ചു ശരിയല്ല. എടുത്തോ അങ്ങനെ സൂം ചെയ്ത് കാണിക്കാം. ഇതിന്റെ ഉള്ളിൽ ഇച്ചിരി വെള്ളമുണ്ട്. കുടിക്കുന്ന കാണുമ്പോ എന്താ ഇതിലായിരുന്നു മമ്മേ എന്തത് കണ്ണടയെ വെച്ച് ഡാക്കു ഇരിക്കുന്ന പറഞ്ഞല്ലോ. ഒരു ബുക്കിന്റെ പേരാണോ? വാവ് മമ്മ മോസ്റ്റ് ആയിട്ട് ഗൈസ് കുടിക്കുന്നുണ്ട്. അവിടെ പുല്ല് കളയുന്നുണ്ട് ഗൈസ്. അതാണ് നമുക്ക് ഇങ്ങനെ ചെവിക്ക് നമുക്ക് അരോചകമായിട്ട് തോന്നുന്നത് അല്ലേ മങ്ക? തല മേഘത് ഒട്ടിക്കിട്ടോ. കരിക്ക് തെറി. ഇനിയാണ് നമ്മൾ യുദ്ധം നടത്താൻ പോകുന്നത്. കരിക്ക് വെള്ളം കുടിച്ചപ്പോ സത്യം പറഞ്ഞാൽ നമ്മള് ഭയങ്കര റിഫ്രഷ് ആയി. കാരണം അതങ്ങനെയാ. കാരണം കരിക്ക് വെള്ളം തന്നെ എനർജിയാണ്. നാരങ്ങ വെള്ളം കുടിക്കാൻ പറഞ്ഞായിരുന്നു. അതെ അപ്പൊ ഞങ്ങൾക്ക് പിള്ളേർക്ക് പറ്റില്ല. മമ്മയെ പറഞ്ഞ ഞങ്ങളോട് കരിക്ക് കുടിക്കാം അല്ലേ? എന്നറിയോ മുകളിലേക്ക് ചുമക്കണ്ട. അതന്നെ അപ്പൊ നമുക്ക് ഇവിടുന്ന് കുടിച്ച് നിന്ന് തീർത്ത് പോവാണെങ്കിൽ പിന്നെ പതിച്ച് ചുമക്കണ്ടല്ലോ. അതന്നെ ഇനി മമ്മ വെട്ടലാണ്. ഇനി മമ്മ മോസ്റ്റ് വെട്ടൽമാനാണ് ആവാൻ പോകുന്നത്. കാരണം ഈ കരിക്ക് വെട്ടാന്ന് പറഞ്ഞാൽ കോടായില്ലാതെ പറ്റുന്ന കാര്യമല്ലേ അല്ലേ മമ്മ? അപ്പൊ നമുക്ക് വാക്കത്തെയും കൊണ്ട് വെട്ടാൻ നമുക്ക് ഭയങ്കര പാടായിരിക്കും കേട്ടോ ഗായ്സ്. പക്ഷെ മമ്മയ്ക്ക് പാടല്ലാത്ത കാര്യങ്ങളൊന്നും ഇല്ലേ മമ്മേ? കൊണ്ടോ എന്റെ തിമ്മ മമ്മ ഭൂമി പിളറുവാണ്. എടാ പോടാ. ഓ കണ്ടോ വാക്കത്തി അങ്ങനെ പെട്ടുപോകുന്നതൊക്കെയാണ് ഒരു വൈബ് എന്ന് പറയുന്നത്. അത് പെട്ടുപോയിട്ട് കിട്ടാതെ വരുന്ന മോസ്റ്റ് വൈബാണ്. അയ്യോ മുട്ട ഇറക്കും അമ്മ കൈന്റെ ഉള്ളില്. എന്റെ തൊട്ടടുത്ത് കയ്യില് വെച്ചിട്ട് വലിയ ആളാവണ്ട കേട്ടോ. അത് കുടിച്ചു തീർക്ക്. കുടിച്ചു തീർത്ത ഒരു കവിള് മമ്മയ്ക്ക്. അയ്യോ ഒരു കവള് മമ്മയ്ക്ക് ഭയങ്കര നോക്ക്. അപ്പൊ സ്നേഹം ഇവിടെ എനിക്ക് മമ്മേ സ്നേഹം ഞങ്ങൾ ഇങ്ങനെ പ്രകടിപ്പിക്കാറില്ല മനസ്സിലായോ? എല്ലാവരുടെ സ്നേഹം എല്ലാരും ഇതിക്കും കാണിച്ചോളണമെന്നില്ല. സ്നേഹം ഉള്ളിൽ വെച്ചോണ്ട് അവിടെ ഇരിക്കാനുള്ളതല്ല. ചില അച്ഛന്മാരും അമ്മമാരും ഉണ്ട് പിള്ളേരോട് സ്നേഹം ഉണ്ടാവും. അത് ഉള്ളിൽ വെച്ചോണ്ടിരിക്കും. എന്നിട്ട് അവർ ഉറങ്ങിയൊക്കെ കഴിയുമ്പോ അയ്യോ പാവം ഉറങ്ങി പാവം എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ചില അങ്ങനെയുള്ളവരുണ്ട്. അതല്ലേ സ്നേഹം നമ്മള് അങ്ങനെ കുറ്റം പറഞ്ഞല്ലോ കേട്ടോ. സ്നേഹം നമുക്ക് ഉള്ളിൽ വെക്കാനുള്ളതല്ല, ശരിക്കും പ്രകടിപ്പിക്കാനുള്ളതാണ്. അപ്പൊ മമ്മ ഈ കരിക്ക് കേട്ടോ. അതാണ് നിന്നോടല്ല എടുക്കാൻ പറഞ്ഞ എന്റെ മമ്മേനോടാണ് കേട്ടാ. നിനക്ക് തിന്ന്. അതോ എന്റെ പാകത്ത് കണ്ടോ തേങ്ങ അമ്മായി അടിച്ചു കുഞ്ഞാച്ചീനെ. അമ്മായി അടിച്ചതാണോ? കുഞ്ഞാച്ചീന്റെ അമ്മായി അടിച്ചെന്ന് ആണോ? എന്താ പറഞ്ഞേ? ചെളീന്ന് പറഞ്ഞിട്ട് ആരോ കുറ്റം പറഞ്ഞായിരുന്നു ചെളീനെ. എന്റെ ദൈവമേ നല്ല കരിക്ക് കിട്ടിയില്ല മമ്മ. എനിക്ക് എന്താ അമ്മാവനും അമ്മായിയൊക്കെ കടിച്ചത് കിട്ടിയത്? എന്താ മമ്മ എനിക്കിത് വേണ്ട. എനിക്ക് മമ്മേന്റെ തരും. മമ്മക്ക് സ്നേഹമുണ്ട് എന്നോട് അല്ലേ? എടുത്തോ അപ്പൊ ഞാൻ പങ്കന ഇളയതാണ്ട് ആരും കടിച്ചാലും മമ്മ തിന്നും. എനിക്ക് അമ്മായി കടിച്ചൊന്നും എനിക്ക് വേണം. എനിക്ക് നല്ല ഫ്രഷ് വേണം ഗൈസ്. കാരണം ഇങ്ങനത്തെ ഇതിനൊരു വൈബില്ല കേട്ടോ. നമുക്ക് അമ്മായി കടിച്ചതുണ്ടോ നോക്കാം. ഇതെനിക്കാ. കാരണം ഇത് നല്ലതാ. നമ്മ നല്ല ഇറച്ചിയുണ്ട് ഇതിന്. ഇതെനിക്ക് മമ്മ ഇതെനിക്ക്. മമ്മ ഇതെന്താ രണ്ടെണ്ണാക്കുന്നത്? ഇതെന്താ ഒരെണ്ണം മതി? സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്. എടാ ശരിക്കും. ഓ താങ്ക് യു. അതെ ഇത് അമ്മായി കടിച്ച ഒരെണ്ണം ഉണ്ട്. ഒരെണ്ണം മാവാറ്റെടുത്തോ. അമ്മ ഇത് രണ്ടെണ്ണാക്കി തരും. അതെ ശരിക്കും എനിക്കിത് മതി. ഞാൻ ഇതാ നല്ലത്. ചീത്ത പാവാറ്റെടുത്തോ. അങ്ങനെയൊന്നുമില്ല. ഇല്ല പിന്നെ പോടാ അമ്മേ. ഒരു കോയിന് രണ്ട് വശമുണ്ട്, നല്ലതും ചീത്തയുണ്ട്. ഇല്ല രണ്ട് കോയിനും ഒരേപോലെയാ. എടാ ശരിക്കും. അപ്പൊ രണ്ടും നല്ലതാ. അപ്പൊ രണ്ടും നല്ലതാ. അയ്യോ ശരിക്കും എനിക്ക് ലെജൻഡിന്റെ മുമ്പിൽ നിന്ന് കളിക്കുന്നേ. ലെജൻഡ് വേണ്ടി പോലെ ഇപ്പൊ തിന്നുകൊണ്ട് കൈയിട്ട് വരാൻ വരും. കൂടുതലും കൈയിട്ട് വരുന്ന ഇന്ത്യൻ മമ്മിന്റെ അടുത്ത് എന്താണ് പങ്കാം എന്റെ കാലിന് കൊടുത്ത് തരാം.
പെങ്ങളി അതെന്താടാ നീ ഒറ്റയ്ക്കല്ലേ മമ്മേന്റെ അടുത്ത് തിന്നുന്നത്? കണ്ടോ കേട്ടോ പറ്റി പകുതി ചോദിക്കും ലജന്റെ കണ്ടോ മിണ്ടാതിരുന്നിട്ട് എല്ലാവരെയും വാരിക്കൊണ്ട് പോകും. സൈലന്റ് അറ്റാക്ക്. സ്വന്തം സാധനം ഇട്ടിട്ട് മമ്മേനെ തട്ടി പറിച്ചു തന്നു പങ്ക. എത്ര കൈയാണ് നിനക്ക്? എന്താ പങ്ക ഉള്ള തിന്നെ നീ? മാറ്. എന്താ പങ്ക? എന്ത് കയ്യേ? അതെന്റെ കൂടല്ലേ? എടാ വിട്ട്. കില്ലക്കൈ കൊണ്ട് എന്താ കാലമാണ്. പന്നിയുടെ ഉണ്ട്, മരപ്പട്ടിയുടെ ഉണ്ട്, എല്ലാവരുടെയും കൂടെ എസൻസ് കുഞ്ഞിന്റെ പെണ്ണ് നക്കിയോലല്ല. പക്ഷെ വലിയ പറയണ്ട കേട്ടോ ആരും. വേഗം ബൈക്കിലാക്കട്ടെ. ലെറ്റ്സ് ഗോ. എന്റെ ഗായ്സേ ഒന്ന് എന്താ എന്താ അമ്മായി അല്ല അമ്മാവാൻ ഉണ്ടോ? വാവ്, അമ്മ മോസ്റ്റായിട്ട് കറിക്കുണ്ടോ? വാക്കത്തിയും കൊണ്ടാണ് അമ്മ വെട്ടുന്നത് അല്ലേ അമ്മ? അതെ. ഞാൻ നേരത്തെ മാർജിനൊക്കെ ഇട്ടിട്ടാട്ടോ എടുത്തത്. ഇതുണ്ടോ കൈ നല്ല മേലുന്നോണ്ട്. അപ്പോൾ ഞാനിവിടെ ശേഖരിച്ച് വെക്കുവാണേ അല്ലേ അമ്മ? ബാക്കി ഉമ്മ വെച്ചു. മിണ്ടാതെ നീ തിന്നിപ്പം നിന്റെ. നോക്കൂ ഗായ്സ്, നല്ല ബളബളാന്നിരിക്കുന്നതും തേങ്ങ പോലെ ഇരിക്കുന്നതും രണ്ടും കൂടി മിക്സ്. കൈ ഇടാൻ വരില്ല, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങനത്തെ വേണം എടുക്കാം കേട്ടോ. വാ, അതുകൊണ്ടോ പൈല് മാറ്. നല്ല ചെളി എസൻസ് ഉണ്ട്, അങ്ങനെ വേണം തിന്നാൻ. ഇതാണ് വൈബ് അല്ലേ അമ്മേ? ഇത് തന്നെ വൈബ്. കുഞ്ഞിന്റെ ഇതാ അവന്റെ കൈ പിടിച്ച് ഓടിക്കല്ലടാ. ഇത്ര ഉള്ളോ? ഞാൻ എലിയും മാന്തി പോലെ മാന്തി വെച്ചേക്കുന്നു. മോസ്റ്റാണോ അമ്മേ? എനിക്ക് തിന്നാനില്ല. ആർക്ക് കൊടുക്കാൻ? എനിക്ക് നേരത്തെ നമുക്ക് തരും, നീ തിന്നെ. ആർത്തി എന്ത് കഷ്ടമുണ്ട്. പിണങ്ങിയ പോലെ ഇരുന്നാ പോരായിരുന്നു അവിടെ. എന്തിനാ വന്നെടുത്തത്? പക്ഷെ അങ്ങനെയാണെന്ന് പിണങ്ങി വിട്ടതാ, എന്നിട്ട് പിണങ്ങുന്നില്ല. അതാ നമ്മളെന്താണ് ഈ കാണുന്നടാ? കൈ ഒന്ന് തട്ടിയുള്ളൂ കേട്ടോ, ചോരപ്പഴ ഒഴുകിയേ. എവിടെ തട്ടിയ ചോര വരെ. അതാ പാവമാ പാറ്റ്. ഇന്ത്യ തീർന്നോ? അയ്യേ തീർന്നു. ഇതെന്തിനാ? അതോ സോറി എന്നെ കുഞ്ഞെ. ചെളിയാണോ കുഞ്ഞെ? അമ്മേനെ പിടിച്ച് എഴുതിപ്പിക്കാൻ. എടാ അമ്മേനെ എഴുതിപ്പിച്ചല്ലോ. നോക്ക് ഗായ്സേ, ഇത് കണ്ടില്ലേ? നീയിപ്പോ എന്തായാലും പ്രകൃതിയിൽ നിന്നുണ്ടായത് പ്രകൃതിയിലേക്ക് തന്നെ പോട്ടെ അല്ലേ അമ്മേ? ഓക്കെ ഗായ്സ്, പന്നി ഇന്ന് വരുമ്പം ദൈവമേ എന്നെക്കാളും വലിയ പന്നികളാവും. എപ്പം കാട്ടിലെങ്ങാണ്ട് ഇരിപ്പുണ്ടെന്നാ കടുവയാണോ പന്നിയാണോ ഒന്ന് പിടിക്കുന്നുണ്ടോ? നമ്മൾ ചീയേഴ്സ് അടിച്ച പോട്ടാ. എന്റെ മമ്മേനി എന്ത് കറിക്കണ്ടോ? വെള്ളം അയ്യേ, കരിക്കിന് ചീയേഴ്സ് അടിക്കാന്ന് പറഞ്ഞിട്ടല്ല നമ്മള് വെട്ടിത്തുന്നത് മമ്മ. അമ്മ എന്താ മറക്കുന്നത്? എന്താ അതെന്തോ എടുത്തോണ്ട് പോകൂലേ? അത് ആർത്തി കറിക്കല്ലേ? കറിക്കുന്ന അറിയാം മമ്മ. കറിക്കുന്ന എന്താ ഗുണം എന്ന് പറ. നമ്മൾക്ക് ദാഹം പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഇതല്ലേ തീറ്റല്ലേ. പക്ഷെ വെട്ടി പൊട്ടിക്കാൻ പാടില്ല. എന്ത് പെട്ടെന്ന് ഒരു സാധനം അങ്ങനെ നമുക്ക് ഇതാവില്ല. അങ്ങനെ ഓരോ എന്താ പറയാ കഷ്ടപ്പാടിലൂടെ വേണം നമ്മളെല്ലാം കഴിക്കാൻ. എന്നാലാണ് നമ്മള് പ്രകൃതിനെയാണല്ലോ ആലോചിച്ച് ഓർക്കുള്ളൂ. അങ്ങനെയാണോ? അതിനാണോ കഷ്ടപ്പാട് വരുന്നത്?
കഷ്ടപ്പാട്. ഞാനാണ് കഷ്ടപ്പെട്ടിരുന്നത്. എട്ടുന്ന എന്തിനാ ഇങ്ങനെ എന്നെ കടിക്കുന്ന? അയ്യോ ഞാൻ മിണ്ടില്ല. മൂക്കിനിടിച്ചു. കടിച്ചതിനാണോ അടിച്ചത്? ഇപ്പൊ നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ആണോ അല്ലേ? നമുക്ക് മമ്മനെ എഴുന്നേപ്പിക്കാം. ഇതാ എന്നെ പിടിച്ചോ, എന്നെ പിടിച്ചെഴുതേക്കണം. മുണ്ട് പറഞ്ഞു വരുമോ? മുണ്ട് പറഞ്ഞു. എന്നെ ഇവിടെ പിടിക്കണം. പിടിച്ചു. ശക്തിമാനാണ് ഞാൻ, മസിലാണ്. എന്റെ ഷോൾഡർ പറഞ്ഞു. മോസ്റ്റ് വെയിലുണ്ടേ. വെയിലൊക്കെ പോയി. അതാ ചെരുപ്പ് നോക്ക്. അതാ എടാ, അയ്യോ ചെരുപ്പ് കാണിക്കില്ല. എന്താ ചെരുപ്പ്? ചെരുപ്പില്ല. ഭയങ്കര അടി വാങ്ങുന്നു കേട്ടാ. അപ്പൊ നമ്മളങ്ങനെ പോവല്ലേ? ഇനിയെങ്കിലും വീട്ടിലേക്ക് പോവല്ലേ? കൊറേ നേരമായി പട്ടിഷു ഇറക്കുന്ന പോലെ. നിന്റെ കൈയോ ചെളിക്കൈ, അത് മുഴുവൻ പങ്ങ വിഴുങ്ങിക്കൈ. മമ്മ പോവല്ലേ?